വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻസിലെ 4th സെറ്റ് MCQ ആണ്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ ഇൻ എ PCM സിസ്റ്റം ഡിപ്പെൻഡ്സ് ഓൺ sampling rate, number of quantization levels, message signal bandwidth, all of this. അപ്പോൾ നമ്മുടെ സിഗ്നൽ ടു ക്വാണ്ടൈസേഷൻ നോയ്സ് റേഷ്യോ ഇൻ എ PCM എന്ന് പറയുന്നത് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സാമ്പിളിംഗ് റേറ്റ്, നമ്പർ ഓഫ് ക്വാണ്ടൈസേഷൻ ലെവൽ, മെസ്സേജ് സിഗ്നൽ ബാൻഡ്വിഡ്ത്ത്. അപ്പോൾ ഈ 3 ഓപ്ഷൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സോ ആൻസർ ഓൾ ഓഫ് ദീസ്, ഓപ്ഷൻ ഡി. Second question, the threshold effect in demodulators is demodulatorലെ threshold effect എന്താണെന്നാണ് നമ്മുടെ question. അപ്പോൾ അതിന് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Exhibited by all demodulators when input signal to noise ratio low, rapid fall on output signal to noise ratio when input signal to noise ratio falls below a particular value, properly exhibited by all AM suppressed carrier coherent demodulators, properly exhibited by correlation receivers. നമ്മുടെ ആൻസർ ബി ആണ്. ബി എന്താണെന്ന് നോക്കൂ. Rapid fall on output signal to noise ratio when input signal to noise ratio falls below a particular value. അതായത് ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും താഴേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഫോൾ ആവും. റാപ്പിഡ് ഫോൾ ഓൺ ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വെൻ ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഫോൾസ് ബിലോ എ പർട്ടിക്കുലർ വാല്യൂ. ഇൻപുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒരു പർട്ടിക്കുലർ വാല്യൂവിനും ബിലോ ആവുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടൊരു ഫോൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രെഷോൾഡ് ഇഫക്റ്റ് ഇൻ ഡിമോഡുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. Third question, pre-emphasis in FM systems. അപ്പോൾ pre-emphasis in FM systems എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. FM പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ സിസ്റ്റത്തിൽ കുറച്ച് ഒരു സ്റ്റേജ് ഉണ്ട്, പ്രീ എംഫസിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്തിനാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. കംപ്രഷൻ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, എക്സ്പാൻഷൻ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ലോവർ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. നമ്മുടെ ആൻസർ വരുന്നത് ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് MCQയിലുള്ളപ്പോൾ അത് വെച്ചെന്നേ ഉള്ളൂ. ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി. Fourth question, choice of the product. RC is an envelope detector using a diode and an RC circuit is governed by. അപ്പോൾ നമ്മൾ പഠിച്ചു, envelope detector പഠിച്ചു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഫസ്റ്റ് സെഷനിൽ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പഠിച്ചു എന്ത് envelope detector എന്ന് പറയുന്നത് ഒരു ഡയോഡും ഒരു RC സർക്യൂട്ടും ആയിരിക്കും. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാനുള്ളത് എന്താണ്? envelope detectorൽ ടൈം കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് എന്താണ്? RC ആണ്. അപ്പോൾ ആ RCനെ എന്താണ് ഗവേൺ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? ബോത്ത് ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് മോഡുലേഷൻ ഫ്രീക്വൻസീസ്, ഡെപ്ത് ഓഫ് മോഡുലേഷൻ ആൻഡ് ലോവസ്റ്റ് മോഡുലേഷൻ ഫ്രീക്വൻസി, ഡെപ്ത് ഓഫ് മോഡുലേഷൻ ആൻഡ് ഹയസ്റ്റ് മോഡുലേഷൻ ഫ്രീക്വൻസി. അപ്പം നമ്മുടെ ഓപ്ഷൻ ആൻസർ വരുന്നത് ഡെപ്ത് ഓഫ് മോഡുലേഷൻ ആൻഡ് ഹയസ്റ്റ് മോഡുലേഷൻ ഫ്രീക്വൻസി. ഇപ്പം നമുക്ക് ആ സെഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. Fifth question, an AM voltage signal S of t with a carrier frequency of 1.15 GHz has a complex envelope. G of t is equal to AC into 1 plus MT, where AC is equal to 500 volt and modulation is a 1 kHz sinusoidal test tone described by M of t തന്നിട്ടുണ്ട്, appears across a 550 ohm resistive load. What is the actual power dissipated in the load? നമുക്ക് പവർ ഡിസിപ്പേറ്റഡ്, ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ആണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് സൊല്യൂഷൻ നോക്കാം. സിമ്പിൾ ആണ്. ആ ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചിരുന്നാൽ മാത്രം മതി. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. മോഡുലേഷൻ ഇൻഡെക്സ് ആൽഫ 1 ആയിട്ട് എടുക്കുക. പവർ ഡിസിപ്പേറ്റഡ്, ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് P of t is equal to AC square by 2 into 1 plus alpha square M of t by 2 t square by 2. എന്നിട്ട് അതിൽ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 165 കിലോ വാട്ട് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ.
Sixth question, if modulation index of an AM wave is changed from 0 to 1, the transmitted power. അപ്പോൾ modulation index എന്ന് പറയുന്നത് 0 ഒന്ന് 1 ആക്കുമ്പോൾ transmitted powerന് എന്ത് ചേഞ്ച് വരുന്നതാണ് നമ്മുടെ question. Options increases by 50%, increases by 75%, increases by 100%, remains unaffected. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് 0 ആകുമ്പോൾ ഉള്ളത് കാണാം. അപ്പോൾ ആദ്യം മോഡുലേഷൻ ഇൻഡെക്സ് ആൽഫ 0 ആയിട്ടുള്ള അതിനെ ഞാൻ PT1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആൽഫയിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് PT1 എന്ത് കിട്ടും? AC²/2. അടുത്തത് മോഡുലേഷൻ ഇൻഡെക്സ് 1 ആകുമ്പോൾ ആൽഫയുടെ അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും PT2 മോഡുലേഷൻ ഇൻഡെക്സ് 1 ആവുന്ന സമയത്ത് PT2 എന്ന് ഞാൻ എടുത്തു. അപ്പൊ PT2 കാണുമ്പോൾ 3/4 AC². അപ്പൊ ആ വന്ന ചേഞ്ചിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 3/2 ആണ് ചേഞ്ച്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? increases by 50%. Option A. Last question. For a signal amplitude modulated to a depth of 100% by a sinusoidal signal, power is. അതായത് ഒരു സിഗ്നലിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്തു എത്ര 100% ടു എ ഡെപ്ത് ഓഫ് 100% വരെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്തപ്പോൾ ആ സിഗ്നലിന്റെ പവർ എന്തായിരിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെയിം ആസ് ദ പവർ ഓഫ് അൺമോഡുലേറ്റഡ് കാരിയർ, ട്വൈസ് ആസ് ദ പവർ ഓഫ് അൺമോഡുലേറ്റഡ് കാരിയർ, 3/2 ടൈംസ് ദ പവർ ഓഫ് അൺമോഡുലേറ്റഡ് കാരിയർ, 2/3 ടൈംസ് ദ പവർ ഓഫ് അൺമോഡുലേറ്റഡ് കാരിയർ. അപ്പോൾ നമ്മൾ പവറിന്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ പവറിന്റെ ഇക്വേഷൻ എടുത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും 100% നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പവർ, ആ സിഗ്നലിന്റെ പവർ എന്ന് പറയുന്നത് 3/2 ടൈംസ് ദ പവർ ഓഫ് അൺമോഡുലേറ്റഡ് കാരിയർ ആയിരിക്കും. 3/2 ടൈംസ് ദ പവർ ഓഫ് അൺമോഡുലേറ്റഡ് കാരിയർ ആയിരിക്കും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. സോ നമ്മുടെ ഈ ഒരു MCQ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.